അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹം നിറഞ്ഞ നല്ലവരായ ദീനി സ്നേഹികളെ, അൽഹംദുലില്ലാ, പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നമ്മളുള്ളത് അല്ലേ. പരിശുദ്ധമായ മുഹറത്തിൻ്റെ ഏറെ പവിത്രമായ പുണ്യമായ ദിനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യത്തെ 10 ദിനങ്ങൾ നമുക്കറിയാം വളരെ മഹത്വമാണ് പരിശുദ്ധമായ ഈ മുഹറം മാസത്തെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ആ ഒരു 10 ദിവസത്തിൽ അവസാനത്തെ 2 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ മുഹറം 9 അതുപോലെ തന്നെ മുഹറം 10, അതും വളരെയധികം പവിത്രമാണെന്ന് നമുക്കറിയാം. പരിശുദ്ധമായ ഇസ്ലാമിൽ ചില മാസങ്ങൾ, ചില സമയങ്ങൾ, ചില ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ അള്ളാഹു തആല പവിത്രത കൽപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളതിനേക്കാൾ, മറ്റു ദിവസത്തെ മാസത്തെക്കാൾ ചിലതിന് പ്രത്യേകമായിട്ടുള്ള പവിത്രതകളുണ്ട്. അങ്ങനെ ഒരു പുണ്യമായ ദിവസവും മാസവും തന്നെയാണ് പരിശുദ്ധമായ മുഹറവും അതിലെ 10 ദിവസങ്ങളും മറ്റു ദിവസങ്ങളുമൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ മാസത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പഠിപ്പിച്ചത് ഷഹറുല്ലാഹിൽ മുഹറം എന്നാണ്. അള്ളാഹുവിൻ്റെ മാസമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കറിയാം, അള്ളാഹുവിനേക്ക് ചേർത്തി പറയാമെന്ന് പറയുമ്പോൾ തന്നെ അതിന് എത്രത്തോളം മഹത്വമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ കിതാബുള്ള, വിശുദ്ധ ഖുർആൻ അല്ലേ, ബൈത്തുള്ള, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത്, കലാമുള്ള, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് ഇത് അള്ളാഹുവിൻ്റെ കിതാബാണ്, ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്, ഇത് അള്ളാഹുവിൻ്റെ ഭവനമാണ് എന്ന് പറയുമ്പോൾ അതിന് അത്രത്തോളം മഹത്വമുണ്ട്. അതിന് വലിയ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ് അതിൻ്റെ വിശേഷണത്തെ നമ്മൾ കൊണ്ട് നടക്കുന്നത്. എന്ന പോലെ ഈ മാസത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്, മുത്തുനബിയിലൂടെ ഷഹറുല്ലാഹിൽ മുഹറം എന്നാണ്. അപ്പോൾ അതിനത്രത്തോളം പവിത്രതയുണ്ട് എന്ന് നമുക്കറിയാം. വിശുദ്ധമായ ഈ പുണ്യമായ ഒരു വർഷം, പിന്നെ ഈ ഒരു മാസം, ഇത് പിന്നെ ഒരു തുടക്കമാണ്. നമ്മുടെ ഒരു വർഷം, ഒരു വാർഷികം കൂടെയാണ്. ഹിജ്റ വർഷ പ്രകാരം, കലണ്ടർ പ്രകാരം ഒരു വർഷത്തിലേക്ക് നമ്മൾ കടന്ന ഒരു സന്ദർഭം കൂടെയാണ് ഈ പുണ്യമായ ദിവസം അല്ലേ. നമുക്കറിയാം, ഈ പുണ്യമായ ദിവസത്തിൽ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കൽ വളരെയധികം പവിത്രതയുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കേട്ടതാണ്, പറഞ്ഞതാണ്, ഒക്കെയാണ്. എന്നാലും ഈ പുണ്യമായ ദിവസത്തിൽ വളരെയധികം പവിത്രമാണ്. നിസ്കാരത്തിനും നോമ്പിനുമൊക്കെ ഏറ്റവും കൂടുതൽ പറ്റുന്ന ദിവസമായിരുന്നു. എന്നാൽ ഇനി വരുന്ന ഈ 2 ദിവസം, മുഹറം 9 നാളെയാണ് അല്ലേ, 10 വെള്ളിയാഴ്ചയാണ്. ഈ പുണ്യമായ ദിവസത്തിൽ നോമ്പെടുക്കൽ അതിലേറെ പവിത്രമാണ്, അതിലേറെ പവിത്രമാണ് എന്ന് നമുക്കറിയാം. പരിശുദ്ധമായ മുഹറം, ഇത് മുഹറം നമുക്കറിയാം 10 ആശുറയുടെ ദിവസം. ആ ദിവസത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചൊരു മാസമാണ്. അതുപോലെ തന്നെ ആ ഒരു ദിവസമാണ് മുഹറം 10. അതുപോലെ തന്നെ ആകാശഭൂമിയെ അള്ളാഹു സൃഷ്ടിച്ച ദിവസമാണ്. അതേപോലെ തന്നെയാണ് അർശ് അള്ളാഹു തആല സൃഷ്ടിച്ച ദിവസമാണ്. മഴ ആദ്യമായിട്ട് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയ ദിവസമാണ്. അള്ളാഹു തആല ആ പുണ്യ ദിവസത്തിലാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടുന്ന് തൗബ സ്വീകരിക്കുന്നത്. അതേപോലെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കപ്പൽ ജൂദി പർവ്വതത്തിൻ്റെ മുകളിൽ നങ്കൂരമിടുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടുന്ന് നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിന് രക്ഷപ്പെടുത്തുന്നത്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യവയറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിൻ്റെ ആ ശത്രുക്കളുടെ കടിയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഈ പുണ്യമായ ദിവസത്തിലായിരുന്നു, ഈ പുണ്യമായ ആശുറയുടെ ദിവസത്തിലായിരുന്നു. അങ്ങനെ ഇതിന് വലിയ മഹത്വം നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു പറയുന്നത് കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമു ആശുറ കാനത തസൂമുഹുൽ അംബിയാഉ തസൂമുഹു അൻതും. പരിശുദ്ധമായ ആശുറയുടെ ദിവസത്തിൽ എല്ലാ നബിമാരും നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് നിങ്ങളും നോമ്പെടുക്കൂ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൽപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പകലിൽ ഒരുപാട് നോമ്പെടുക്കുകയും അതേപോലെ തന്നെ പരിശുദ്ധമായ ഈ പുണ്യമായ ദിനത്തിൻ്റെ രാത്രികളെ മറ്റു ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുകയും ചെയ്യുക എന്നത് വളരെ പവിത്രമായ ഒരു കാര്യമാണ്. ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഖുറൈശികൾ വരെ ഈ പുണ്യമായ ദിനത്തെ ബഹുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ശത്രുക്കളായ ആളുകൾ, ഒരു അന്തമില്ലാത്ത ആളുകൾ വരെ ഈ ഒരു പുണ്യമായ ദിവസത്തെ അവിടുന്ന് ബഹുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ പുണ്യമായ ദിവസം, ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശുറയുടെ ദിവസത്തിലാണ് മദീനയിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുമ്പോൾ അവിടെ ജൂതന്മാരായ ആളുകൾ അവിടെ ആശുറയുടെ ദിനത്തിൽ നോമ്പെടുക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ 10 മുഹറം 10 നോമ്പെടുക്കുന്നത്? അപ്പോൾ അവർ പറയുന്നത്, ഞങ്ങളുടെ പ്രവാചകനായ മൂസാ നബി ഞങ്ങളുടെ
നാട്ടിൽ അവിടുത്തെ രാജാവായിരുന്ന ആ ഫിർഔനിൻ്റെയും അവൻ്റെ ശത്രുക്കളുടെയും ശത്രുതയിൽ നിന്ന് രക്ഷപ്പെട്ടത്, അവിടുന്ന് മോചിതനായത് ഈ പുണ്യ ദിവസത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പെടുക്കുന്നത് എന്ന് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ സമൂഹം അവിടുന്ന് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, എങ്കിൽ നിങ്ങളെക്കാളും മുസാ നബിയോട് അടുത്തത് ഞങ്ങളാണ്. അതുകൊണ്ട് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമായിരുന്നുവെങ്കിൽ മുഹറം 9 ഞാൻ നോമ്പെടുക്കും. കാരണം ആ ഒരു വിഭാഗത്തോട് ഒന്നും കൂടെ മേലോട്ടെത്താൻ, ഇബാദത്തിന്റെ കാര്യത്തിൽ ഒന്നും കൂടെ മേലോട്ടെത്താൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ആ പുണ്യമായ ദിവസത്തിൽ നമ്മൾ നോമ്പെടുക്കണം. ആ പുണ്യമായ ദിവസത്തിൻ്റെ പവിത്രതകൾ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ മുഹറം 9 നോമ്പെടുക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഉണ്ടായിരിക്കുമെങ്കിൽ അങ്ങനെ ഒരു വാക്ക് റസൂലുള്ളാഹിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി ഭൂമി ലോകത്ത് ഹയാത്തിലുണ്ടെങ്കിൽ നോമ്പെടുക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളും അത് നോമ്പെടുക്കണം. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചതാണ്. അതുകൊണ്ട് നമ്മളത് എടുക്കാതെ റസൂലുള്ളാഹിയോടുള്ള സ്നേഹം, റസൂലുള്ളാഹി ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്തിനാ ചെയ്യുന്നു എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ആ പുണ്യ ദിവസത്തിൽ നമ്മൾ പരിഗണിക്കുകയും ആ പുണ്യ ദിവസത്തിൽ നമ്മൾ നോമ്പെടുക്കുകയുമാണ് വേണ്ടത്. മുഹറം 10 റസൂലുള്ളാഹി നോമ്പെടുത്തിട്ടുള്ളല്ലോ, അതുകൊണ്ട് ഞാനും അങ്ങനെ എടുക്കുള്ളൂ എന്ന് പറയാൻ പാടില്ല. അല്ലാഹു തആല പുണ്യമായ ദിവസത്തെ മഹത്വം അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മഹാന്മാരൊക്കെ അവിടുന്ന് പഠിപ്പിക്കുന്നതായിട്ട് കാണാം, നമ്മൾ ഈ പുണ്യമായ ദിവസത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയോ? മൻ വസ്സഅ അലാ അഹ്ലിഹി വഅയാലിഹി ഫി യൗമ ആശുറ വസ്സഅ അല്ലാഹു അലൈഹി ഫി സായിരി സനതിഹി. ഒരു മനുഷ്യന് പരിശുദ്ധമായ പുണ്യമായ ഈ ദിവസത്തിൽ അവൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തൻ്റെ അഹ്ലുകാർക്ക് ഭക്ഷണ വിശാലത ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഒരാൾ ചെയ്താൽ വസ്സഅ അല്ലാഹു അലൈഹി ഫി സായിരി സനതിഹി, ഒരു വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷം മുഴുവനായിട്ട് അവൻ്റെ റിസ്ക്കിൽ അള്ളാഹു ബർക്കത്ത് നൽകും. പട്ടിണി തരൂല, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവില്ല, സമ്പത്തിൽ ബർക്കത്ത് നൽകുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്താൻ. നമ്മൾ പറയില്ലേ, എനിക്കൊന്നുമില്ല, എനിക്കൊന്നിനും കഴിയണില്ല, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒന്നുമില്ല, ഇത് പറയാൻ അവിടെ നിന്ന് ഇട ഉണ്ടാകൂല. എന്ത് ചെയ്യേണ്ടുള്ളൂ? നമ്മൾ അന്നത്തെ ദിവസത്തിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി നമ്മളെ ഉമ്മയെ വാപ്പയെ ബന്ധപ്പെട്ടവരെ മക്കളൊക്കെ നമ്മൾ തീറ്റിപ്പിക്കുക. മാത്രമല്ല വേറൊരു കാര്യമുണ്ട്, മഹാനായ ഹാഫിദുൽ മുൻദിർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു ഹദീസിലെ റിപ്പോർട്ടിൽ നമുക്ക് കാണാം, അവിടെ ഇയാല് തൻ്റെ കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ആ ഒരു പറഞ്ഞെടുത്ത് ആ ഇയാല് അത് സ്വന്തം കുടുംബക്കാർ മാത്രമല്ല, ആ ഒരു സ്വന്തത്തിൽപ്പെട്ട കുടുംബക്കാർ മാത്രമല്ല, അത് അയൽവാസികളായി നമുക്ക് കുറച്ച് സമ്പത്തുണ്ടെങ്കിൽ നമ്മളെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ആഗ്രഹിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ, അതായത് വൃദ്ധരായ, പട്ടിണി കിടക്കുന്ന, അതേപോലെ വിധവകളായ, യതീമീങ്ങളായ, അങ്ങനെ പാവപ്പെട്ട നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകൾക്കും നമ്മുടെ ആ ഒരു ഭക്ഷണ വിശാലതയിൽ ഉൾപ്പെടുത്തിയാൽ അവർക്കും നമ്മൾ എന്തെങ്കിലും കൊടുക്കുക എന്നതും മഹാനവറുകൾ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവരെയും നമ്മുടെ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് അർത്ഥം. എൻ്റെ പ്രിയമുള്ളവരെ, അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മാത്രം നല്ല ഭക്ഷണം കഴിച്ചാൽ പോരാ. നമുക്കറിയാം, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നമ്മുടെ അയൽവാസി പട്ടിണി കിടന്നിട്ട് നമ്മൾ വയറ് നിറക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു ഹദീസ് നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ സുഫിയാൻ ഇബ്നു ഉബൈന റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നുണ്ട്, 50 വർഷക്കാലം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഒരു കാര്യം, അതായത് അന്നത്തെ ദിവസത്തിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കുക, മറ്റുള്ളവരെ സൽക്കരിക്കുക, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിൽ 50 വർഷവും എനിക്കൊരു വിഷമം, ഒരു പട്ടിണി, ഒരു പൈസ ഇല്ലായ്മ, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾക്കൊരു പ്രയാസം എനിക്കുണ്ടായിട്ടില്ല എന്ന് മഹാനവറുകൾ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്നുണ്ട്, ഈ പുണ്യമായ ദിനത്തിൽ ഒരാൾ നോമ്പെടുത്താൽ, അശുറാഇൻ്റെ ദിവസത്തിൽ ഒരാൾ നോമ്പെടുത്താൽ, ആ പരിശുദ്ധമായ നോമ്പ് അന്നത്തെ ആ ദിവസം ഒറ്റ നോമ്പ് കൊണ്ട് ഒരു വർഷം മുഴുവനും നോമ്പെടുത്ത പ്രതിഫലം കിട്ടും. ഇനി ഒരാൾ സ്വതക്ക കൊടുത്തു, എന്നാൽ ഈ ഒരു വർഷം, ഈ മുഹറം മാസം മുതൽ അടുത്ത മുഹറം 10 വരെ ഒരാൾ സ്വതക്ക കൊടുത്ത പ്രതിഫലം ഒരു വർഷം മുഴുവനും കിട്ടുമെന്ന് മഹാനവറുകൾ അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ ദിനത്തിൽ നമുക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലേണ്ട ദിക്റുകൾ
സ്വലാത്തുകൾ, ഇൻഷാ അല്ലാഹ് നമ്മൾ വിശുദ്ധമായ ഖുർആന് സാധാരണ നമ്മൾ ഓതുന്ന എല്ലാ ദിവസവും ഓതേണ്ടതായിട്ടുള്ള യാസീൻ, സൂറത്തുൽ വാഖിഅ, തബാറക, അതുപോലെ തന്നെ പിന്നെ സൂറത്തുർ റഹ്മാൻ, സജ്ദ, ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ സൂറത്തുകളൊക്കെ ഓതുക. ആയത്തുൽ കുർസി, അതുപോലെ തന്നെ ലോ അൻസൽന, ആമന റസൂൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആയത്തുകളൊക്കെ നമ്മൾ ഓതുക. അതുപോലെ തന്നെ ഇഖ്ലാസ് സൂറത്ത് നമ്മൾ അധികരിപ്പിക്കുക. ദിക്റുകൾ, ഒരുപാട് ദിക്റുകൾ നമുക്കറിയാം, നമുക്ക് മനസ്സിലാകുന്ന നമുക്ക് കഴിയുന്ന ദിക്റുകൾ ചൊല്ലുക. അതേപോലെ തന്നെ സ്വലാത്തുകൾ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലെ സ്വലാത്ത് നമ്മൾ അധികരിപ്പിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ ഇന്നത്തെ ആ ഒരു പുണ്യമായ ദിവസം വളരെ മനോഹരമാക്കാൻ നമുക്ക് സാധിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാ ആളുകളും ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ പുണ്യ ദിവസത്തിൽ മുഹറം 9 സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു എന്ന് മുഹറം 9 അന്ന് നമ്മൾ നിയ്യത്ത് വെക്കുക. അത് രണ്ടാമത്തെ ദിവസം മുഹറം 10 പുണ്യമായ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി നോട്ട് വീട്ടുവാൻ ഞാൻ കരുതി എന്നെന്ത് ചെയ്യുക, നമ്മൾ നിയ്യത്ത് വെക്കുക. എന്നാൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഫർളായിട്ടുള്ള ഖളാ ആയിട്ടുള്ള നോമ്പുകൾ ഉണ്ടാകും. ആ നോമ്പുകളും കൂടെ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ കൂടെ നമ്മൾ കരുതിയാൽ ആ ഒരു പ്രതിഫലം കൂടെ ഇൻഷാ അല്ലാഹ്, ആ ഒരു ഖളാ വീടുക എന്നല്ല, അപ്പം എന്തായാലും നോമ്പെടുക്കുകയാണ്, ആ നിയ്യത്തും കൂടെ കരുതുന്നത് കൊണ്ട് അതും കൂടെ വീടുമെന്ന് മഹാന്മാർ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം. പല മഹാന്മാരും അതിനെതിരും പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രബലമായിട്ടും ഒരുപാട് ഇമാമിങ്ങൾ അത് ചെയ്യാം എന്ന് നമുക്കങ്ങനെ നിർവഹിക്കാം എന്ന് പറഞ്ഞ ഇമാമിങ്ങളാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ ചെറു പാപങ്ങളൊക്കെ, ഒരു വർഷത്തെ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു മാസം കൂടെ, ഒറ്റൊരു നോമ്പും കൂടെയാണ് ഈ പുണ്യമായ നോമ്പ്. ഇങ്ങനെയുള്ള പവിത്രമായ നോമ്പുകളും ദിവസങ്ങളും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ വലിയൊരു നേട്ടം, വലിയൊരു വിജയം ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇരു ലോകത്തും ഉണ്ടാക്കാൻ സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മൾ നോറ്റാൽ പോരാ, നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുണ്ടെങ്കിൽ അവരും കൂടെ നോമ്പെടുത്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രദ്ധ ഇൻഷാ അല്ലാഹ് നമുക്കുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല തൗഫീഖ്